1956-നും 2017-നും ഇടയിലുള്ള ഈ കൊല്ലം തീരത്തിൻ്റെ ഭൂപടം എടുത്താൽ നമുക്കറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ 88.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇന്ന് 8 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ പ്രകൃതി ശാസ്ത്രജ്ഞരും ഈ കരിമണൽ ഖനനത്തെ അനുകൂലിക്കുന്ന ആളുകളും പറയുന്നത് ഇതുമൂലം ഉണ്ടാകുന്നതല്ല, മറിച്ച് മറ്റെന്തോ കാരണത്താൽ ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. നമ്മൾ കരിമണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാവുന്ന പരിസ്ഥിതി പ്രശ്നം വളരെ വലുതാണ്. റേഡിയേഷൻ ഉണ്ടാക്കും. സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും മനുഷ്യരെയും എല്ലാം ദോഷകരമായി ബാധിക്കുന്നതാണ്. മ്യൂട്ടേഷൻ പോലെയുള്ള സംഗതികൾ സംഭവിക്കാം ജീവി വർഗങ്ങളിൽ. മനുഷ്യരിൽ അംഗവൈകല്യമുള്ള ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള സംഗതികളും ഉണ്ടാവാം. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ശ്രീ ഭദ്രൻ ഭാസ്കരനാണ്. അദ്ദേഹം പാരിസ്ഥിതിക പ്രവർത്തകനാണ്. മുൻ ഡെപ്യൂട്ടി തഹസീൽദാരായിരുന്നു അദ്ദേഹം. സാർ നമസ്കാരം. നമസ്കാരം സാർ. അങ്ങ് ഈ നമ്മുടെ തീരദേശത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കരിമണൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു പഠനമുള്ള ആളാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഈ കരിമണൽ ഖനനം എന്നാണ് തുടങ്ങിയത്? ഈ കരിമണൽ ഖനനം കൊണ്ട് കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നോ? അല്ലെങ്കിൽ ഈ കരിമണൽ ഖനനം നമ്മുടെ തീരദേശത്തിന് അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ തീരത്ത് ധാതുമണൽ ഖനനം ആരംഭിച്ചത് 1922-ലാണ്. രാജഭരണകാലത്ത് തന്നെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ആരംഭിക്കുന്നത് കേരള സംസ്ഥാന സർക്കാർ KMML എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആരംഭിച്ചു. കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, ചവറ. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് IREL, ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്, ഇതാരംഭിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്രം ചവറയാണ്. നേരത്തെ തിരുവിതാംകൂർ ഉണ്ടായിരുന്നപ്പോൾ മണവാളക്കുറിച്ചിയിൽ ഖനനം നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ ഖനനം ഈ ധാതുമണലിൻ്റെ ഈ പറയുന്ന അപൂർവ ധാതുക്കളുടെ ഖനനം നടക്കുന്നത് ചവറയിലാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്താണ്? ഇതുമൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്? നമ്മൾ ഏതൊരു ധാതുവും നമ്മൾ ഖനനം നടത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? ഒരു ഗുണദോഷ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതൊരു ധാതുവിനെയും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോട്ടങ്ങൾ വളരെ വലുതാണെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചവറയിൽ നടത്തുന്ന ഖനനം ഇതിനോടകം വളരെ അപകടകരമായ ചില വിഷയങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, കര ഭയങ്കരമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1956-നും 2017-നും ഇടയിലുള്ള ഈ കൊല്ലം തീരത്തിൻ്റെ ഭൂപടം എടുത്താൽ നമുക്കറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ 88.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇന്ന് 8 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. അത്ര വലിയൊരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത്ര വലിയൊരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഈ പ്രകൃതി ശാസ്ത്രജ്ഞരും ഈ കരിമണൽ ഖനനത്തെ അനുകൂലിക്കുന്ന ആളുകളും പറയുന്നത് ഇതുമൂലം ഉണ്ടാകുന്നതല്ല, മറിച്ച് മറ്റെന്തോ കാരണത്താൽ ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതിപ്പോൾ നമ്മുടെ മാത്രം അനുഭവമല്ല. അമേരിക്കയിൽ ഇതേപോലെ ഖനനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ നോർത്ത്, സൗത്ത് കരോലിന സംസ്ഥാനങ്ങൾ മുതൽ ഫ്ലോറിഡ വരെയുള്ള തീരത്ത് അവിടെ ഖനനം നടത്തിയിട്ടുണ്ട്. അവിടെ ഇതേപോലെ വൻതോതിലുള്ള കരനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ വൻതോതിലുള്ള കരനഷ്ടം ഉണ്ടായിട്ടുണ്ട്.
അപ്പം അമേരിക്കയിൽ ഈ കരനഷ്ടം ഉണ്ടായപ്പോൾ അവർ ആദ്യം ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഖനന അവശിഷ്ടങ്ങളും മറ്റു മണ്ണും ഒക്കെ ആയിട്ട് ചേർത്ത് അവർ അവർ അവിടെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവർ പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി. കാരണം ഇതിനകത്ത് അവശേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ മോണസൈറ്റ്, തോറിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ്. ഇത് റേഡിയേഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇപ്പോൾ അമേരിക്കൻ ഫെഡറൽ പോലീസിൻ്റെ പ്രധാന ജോലികളിലൊന്ന് കഴിഞ്ഞ 30 വർഷം കൊണ്ടാണ് അവർ അവിടുത്തെ ആ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്തത്. ഭൂമി നികത്താനും മുറ്റത്തിടാനും പാർക്കുകളുടെ നിർമ്മാണത്തിനും സ്കൂൾ മുറ്റത്ത് വിരിക്കാനും ഒക്കെ കൊടുത്ത മണൽ മുഴുവൻ അവരവിടുന്ന് വാരി മാറ്റി അവർ വളരെ ഒരു ഹിൻഡർലാൻഡിൽ ഒരു ഉൾപ്രദേശത്ത് കൊണ്ടുപോയിട്ട് അവരതിനെ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വേസ്റ്റ് ആണോ? ചിലയിടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ അപകടകരമാണ്. അല്ലെ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ കക്കയും ചേർന്ന് ഈ കറുത്ത മണൽ കിടക്കുന്നത് അത് മറ്റൊരു വിഷയമാണ്. അത് കായലിൽ നിന്ന് വളരെ റോയൽറ്റി ഈടാക്കാതെ, സെയിനറേജ് ഈടാക്കാതെ, റോയൽറ്റി ഈടാക്കാതെ, GST ഈടാക്കാതെ ഈ നിർമ്മാണ കമ്പനികൾക്ക് മണൽ വാരാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറെ ഒരു വിഷയം, അത് മറ്റൊരു വിഷയമാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൽ കരിമണലിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം. രാജേശ്വരി മലയാളം വാരികയിൽ അതിനെക്കുറിച്ചൊരു ലേഖനമൊക്കെ എഴുതിയിരുന്നു. കായലിൽ നിന്ന് എടുക്കുന്ന മണലിനെ കുറിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മള് കരിമണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാവുന്ന പരിസ്ഥിതി പ്രശ്നം വളരെ വലുതാണ്. റേഡിയേഷൻ ഉണ്ടാക്കും. നമുക്കറിയാം 2 തരത്തിലുള്ള റേഡിയേഷൻ. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, പ്രകൃതിയിലുള്ളതാണ്. അത് മനുഷ്യൻ ഇങ്ങനെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി അത് അനുഭവിച്ചു വരുന്നതാണ്. അതിനൊരു ഇക്വിലിബ്രിയം ഉണ്ട് താനും. ഭൂമിയിൽ നിന്നുള്ള റേഡിയേഷനും ആകാശത്തു നിന്നുള്ള റേഡിയേഷനും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ജീവിച്ചു പോവുകയാണ്. പക്ഷേ ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന റേഡിയോ ആക്ടിവിറ്റി നമ്മളെയും ദോഷകരമായി ബാധിക്കും, നമ്മളുടെ ചുറ്റുപാടുകളെയും ദോഷകരമായി ബാധിക്കും. സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും മനുഷ്യരെയും എല്ലാം ദോഷകരമായി ബാധിക്കുന്നതാണ്. മ്യൂട്ടേഷൻ പോലെയുള്ള സംഗതികൾ സംഭവിക്കാം ജീവി വർഗങ്ങളിൽ. മനുഷ്യരിൽ അംഗവൈകല്യമുള്ള ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള സംഗതികളും ഉണ്ടാവാം. ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ളത് 1962 ആണവ പദാർത്ഥങ്ങളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ നിയമം, ആ നിയമത്തിനകത്ത് ഈ ആണവ പദാർത്ഥങ്ങളുടെ ഖനനം കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമാക്കുകയും അതും പരിമിതമായ തോതിൽ ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് 1962 ഈ ആണവ പദാർത്ഥങ്ങളുടെ ഖനനവുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ KMML ഉണ്ടാക്കി. അതിനുശേഷം പിന്നീട് KMML പിന്നീട് CMRലുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇത് KMMLും IRELും പിന്നെ CMRLന് മാത്രമല്ല ഈ സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. മറ്റ് പല സ്ഥാപനങ്ങൾക്കും ഇവരിത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് TTP ഇപ്പോൾ നഷ്ടത്തിലാണ്. അത് KMML കൊടുക്കുന്നുണ്ട്. അതിന് അസംസ്കൃത വസ്തുക്കളില്ല. അപ്പോൾ അതിന് കൊടുക്കുന്നത് ഈ കമ്പനികളാണ്. അപ്പോൾ ഇത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്, മറ്റു പല സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഒത്തിരി എനിക്കറിയാവുന്നിടത്തോളം ഒരു 18ഓളം ഇന്ത്യയിലെ തന്നെ സ്ഥാപനങ്ങൾക്ക് ഇവർ അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്നു. അത് KMML ആണോ കൊടുക്കുന്നത്, CMRL ആണോ കൊടുക്കുന്നത്? IRELും KMMLും കൊടുക്കുന്നുണ്ട്. ഈ KMMLിലൂടെ ഇതിങ്ങനെ വിപണനം നടക്കുന്ന സമയത്ത് അത് വേണ്ടത്ര നമുക്കതിൻ്റെ CMRLൻ്റെ ഇതിലേക്ക് വരാം. CMRL നിർഭാഗ്യവശാൽ CMRL ഇവരുടെ ഒരു പ്രിൻസിപ്പൽ ബയറാണ്, പ്രമുഖ ഗുണഭോക്താവാണ്. അതുകൊണ്ടാണ് CMRLന് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്.
അങ്ങനെ ഈ KMML IREL ഉണ്ടാവുന്ന അവർ നടത്തുന്ന ഖനനത്തിലൂടെ ഉണ്ടാകാവുന്ന കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ മേൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി വരും എന്നുള്ളത് കൊണ്ട് ആ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും സമുദായ നേതാക്കൾക്കും ക്ഷേത്രങ്ങൾക്കും മാധ്യമ ഹൗസുകൾക്കും ഒക്കെ പണം നൽകിയിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അതവർ തുറന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 2013 മുതൽ 2020 വരെയുള്ള ഈ CMRL കമ്പനിയുടെ കണക്കുകൾ പരിശോധിച്ച് ഇൻകം ടാക്സ് വകുപ്പ് അതിനകത്ത് എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള വളരെ അധികരിച്ച ചെലവുകൾ കണ്ടെത്തുന്നുണ്ട്. ഇതിനവർക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അവരതിന് പറയുന്നത് ഇത് ചരക്ക് ഗതാഗതത്തിന് കൊടുത്തു, ചെളി കൈകാര്യം ചെയ്യാനായിട്ട് കൊടുത്തു, സ്ലെഡ്ജ് കൈകാര്യം ചെയ്യാൻ കൊടുത്തു, ഗതാഗതത്തിന് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനമാണ് പറഞ്ഞത് അയാൾ ഇന്ന ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8ാമത്തെ പേജിൽ അവർ ഇതിൻ്റെ ചുരുക്കപ്പേരുകൾ പറയുന്നുണ്ട്. ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ റിപ്പോർട്ടിനകത്ത് ആ പ്രൊസീജിയറിനകത്ത് ഇതിൻ്റെ ചുരുക്കപ്പേര് പറയുന്നുണ്ട്. IT വകുപ്പ് കണ്ടെത്തിയ ഈ കുഴപ്പങ്ങൾ, സാമ്പത്തികമായ ഈ കുഴപ്പങ്ങൾക്ക് അതിനുമുള്ള മറുപടിയാണ് ഇത് സെറ്റിൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ശശിധരൻ കർത്ത കൊടുത്തിട്ടുള്ള മറുപടിയാണ്. ആ മറുപടിയിലുള്ള സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ നിരീക്ഷണങ്ങളും അടങ്ങുന്നതാണ് ആ പ്രൊസീജിയേഴ്സ്. മനസ്സിലായി. അപ്പം ശരിക്കും ശശിധരൻ കർത്ത സമ്മതിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്തും അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട് അതിൻ്റെ പിന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ സുരേഷ് കുമാറും അക്കൗണ്ടൻ്റായ സുരേഷ് കുമാറും പിന്നെ വാസുദേവനും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നതുപോലെ പണം കൊടുത്തിട്ടുണ്ട്, അത് ചെയർമാൻ്റെ മാനേജിങ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നൽകിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം KMML-ലാണോ അതോ CMRL-ലാണോ കൂടുതലായിട്ടുള്ളത്? നമുക്ക് അവരുടെ വാർഷിക കണക്കുകൾ തന്നെ നോക്കാം. ഈ ഫിനാൻഷ്യൽ ഇയർ മുഴുവൻ നോക്കുമ്പോൾ KMML ഉണ്ടാക്കിയതിൻ്റെ 10 മടങ്ങ് ലാഭം ആരുണ്ടാക്കിയിട്ടുണ്ട്? CMRL ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നത് വ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞു തന്ന വേറൊരു കാര്യമോ, ഇതിനകത്തപ്പോൾ 8ാം പേജിൽ ചുരുക്കപ്പേരുണ്ട്, 9ാം പേജിൽ മുഴുവൻ പേരുണ്ട്. ആദ്യം PV, KK, EK, AG, A ഗോവിന്ദൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരിൻ്റെ ചുരുക്കപ്പേരുകളാണ് ഉണ്ടായത്. പിന്നീട് അതിൻ്റെ 9ാമത്തെ പേജിൽ അതിൻ്റെ മുഴുവൻ പേരുകളുണ്ട്. KK കുഞ്ഞാലിക്കുട്ടിയാണെന്നും EK ഇബ്രാഹിം കുഞ്ഞാണെന്നും ഒക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് കൊടുത്ത തുകയെക്കുറിച്ചും പറയുന്നുണ്ട്. ഏറെക്കുറെ 175 കോടി രൂപയോളം ഈ സ്ഥാപനങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അമ്പലങ്ങൾക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉയർന്ന പോലീസ് സിവിൽ ഉദ്യോഗസ്ഥർക്കും പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 175 കോടി രൂപയോളം കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിനുശേഷം 10ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്തിന് കൊടുക്കുന്നു. ഈ ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഇൽമനൈറ്റാണ് പ്രധാനമായും. ഇൽമനൈറ്റിൽ നിന്ന് റൂട്ടൈൽ നിർമ്മിച്ച് റൂട്ടൈലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കി സിന്തറ്റിക് റൂട്ടൈൽ കയറ്റുമതി ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. ഈ സിന്തറ്റിക് റൂട്ടൈലാവട്ടെ അത് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ പിന്നീടുള്ള പ്രോസസ്സിനുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ലോകത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. ഇതാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പ്, അതാണ് എൻ്റെ ഏരിയ, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം? അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള
ഇടതടവില്ലാത്ത സപ്ലൈ വേണം. ഏതിൻ്റെ? ഈ കരിമണലിൻ്റെ അഥവാ ഇൽമനൈറ്റിൻ്റെ സപ്ലൈ വേണം. ആ സപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് തടസ്സം ഉണ്ടാകുന്ന സംഗതി എന്ന് പറയുന്നത് എന്താണ്? ഈ ഖനനത്തിനെതിരെ ഉയർന്നു വരാവുന്ന ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത്രയേറെ കുഴപ്പങ്ങളുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിഷയമാണ്, കരയില്ലാതാക്കുന്ന വിഷയമാണ്, റേഡിയേഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ്, പിന്നെ അന്തരീക്ഷത്തെയും വായുവിനെയും മണ്ണിനെയും വെള്ളത്തെയും ഒരേപോലെ മലിനമാക്കുന്നതാണ്. ഈ ഫെറിക് ക്ലോറൈഡും ഫെറസ് ക്ലോറൈഡും ഒക്കെ പിന്നെ ഈ ഇതിലേക്ക് തള്ളിവിടുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര മാലിന്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളും തള്ളിവിടുകയാണ്. മോണസൈറ്റ്, തോറിയം, റേഡിയം, പല മൂലകങ്ങളുടെ ഐസോട്ടോപ്പുകൾ, ഇതുപോലുള്ള സംഗതികൾ തള്ളിവിടുകയാണ് പ്രകൃതിയിലേക്ക്. ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ നടത്തിയ ഖനനത്തിലും ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് ഇതിൻ്റെ സംഗതികളെ, അവശിഷ്ടങ്ങളെ തള്ളിവിടുകയാണ് ചെയ്തത്. അവരതിൻ്റെ ഫൈൻ പാർട്ടിക്കിൾസ് മാത്രമാണ് എടുത്തത്, അവർക്ക് വേണ്ടുന്ന സംഗതികൾ മാത്രമാണ് എടുത്തത്. കടലിലേക്ക് അവർ ഒഴുക്കിനെ ഉപയോഗപ്പെടുത്തി. ഈ സ്വർണ്ണം അരിക്കുന്ന ആളുകൾ ഒഴുക്കിനെ ഉപയോഗപ്പെടുത്തും. പറഞ്ഞു നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഇവർ ഈ പൊഴിയെ ഇവർ ഖനനത്തിനായി ഉപയോഗപ്പെടുത്തി. ലോകത്തിൽ ഒരിടത്തും ഈ എസ്റ്റുറിയൽ മൈനിങ് നടത്താറില്ല, നദീമുഖങ്ങൾ ഖനനം നടത്താറില്ല. കാരണം നദീമുഖങ്ങൾക്കൊരു പ്രത്യേകതയാണ്, വലിയൊരു ജൈവ മണ്ഡലം ഈ നദീമുഖത്തുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോളൂ, ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ കരിമണൽ ഖനനം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? കേരള തീരത്ത് സാധ്യമല്ല. കാരണം കേരള തീരം എന്ന് പറഞ്ഞാൽ വളരെ അതിലോലമായ ഒരു സെഡിമെൻ്റ് ബഡ്ജറ്റ് ആണ് കേരളത്തിനുള്ളത്. അതായത് ഒരു നിക്ഷേപ പ്രക്രിയയാണ് കേരളത്തിനുള്ളത്. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ കായലുകളുണ്ട്, ലഗൂണുകളുണ്ട്, മറ്റ് ജലാശയങ്ങളുണ്ട്, നദീമുഖങ്ങളുണ്ട്. ഇവിടേക്ക് കടൽ ഇതിങ്ങനെ പടിഞ്ഞാറോട്ട് ഒഴുകി ചെല്ലുമ്പോൾ കടൽ അതിന്മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുണ്ടായിട്ടുള്ള വളരെ ചെറിയ ഒരു വീതി കുറഞ്ഞ ഒരു തീരമാണ് കേരളത്തിനുള്ളത്. ആ തീരത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ സ്ഥിരത, അതിൻ്റെ ബലം നിർണയിക്കുന്നത് ഈ സാന്ദ്രതയേറിയ ധാതുമണലാണ്. ഈ ധാതുമണൽ നിക്ഷേപവും മറ്റും ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഈ തീരദേശം ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ചോദിക്കും, ഇതിനകത്ത് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളില്ലേ എന്ന് ചോദിക്കും. ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ ഈ പ്രഭാവത്തെ കുറയ്ക്കുന്നത് ഇതിൻ്റെ ഡെൻസിറ്റി കാരണം ഇത് കുറച്ചൊക്കെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകും, മോളത്തെ പാളിക്ക് അടിയിലേക്ക് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫിസിക്സിലൊരു തെർമോഡൈനമിക്സ് എന്ന് പറയുന്നൊരു പ്രക്രിയയാണ്. ഒരു പ്രത്യേക താപ സംവഹന വ്യവസ്ഥയാണത്. ഇപ്പോൾ കറുപ്പ് പ്രകാശത്തെ ആഗിരണം ചെയ്യുമ്പോൾ വെളുപ്പ് പ്രകാശത്തെ വിസർജിക്കും. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ കറുപ്പും വെളുപ്പും കൂടെ ചേർന്ന് കിടന്നാൽ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ചേർന്ന് ബാലൻസ് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മളുടെ തീരത്ത് ഈ കറുപ്പും വെളുപ്പും കൂടെ ബാലൻസ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അത് വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഹൈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആയിരിക്കും അതിൻ്റെ ഫലം. അപ്പോൾ നമ്മുടെ കൊല്ലം ആലപ്പുഴ തീരം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉള്ള സ്ഥലമാണ്. നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ മാത്രമല്ല, ഇതുപോലെയുള്ള ഖനനം മൂലം ഉണ്ടായിട്ടുള്ള ഹൈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇവിടെയുണ്ട്. അത് കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന് ഒരു പക്ഷേ സിംഗപ്പൂർ ആവാൻ സാധ്യതയുള്ള അത്രയും
കരിമണൽ കേരളത്തിലുണ്ട്. അത് ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ ഒരു തരത്തിലും ഈ ഒരു കരിമണലിൻ്റെ ഖനനം നടത്താൻ വേണ്ടി സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1922 മുതൽ 2026 വരെ ഈ ചവറയിൽ ഖനനം നടത്തിയിട്ടല്ലോ. ചവറയിലെ സാധാരണക്കാരന് അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? കോലാർ ഖനിയിൽ ഇക്കാലം അത്രയും സ്വർണം കുഴിച്ചെടുത്തല്ലോ. കോലാറിൻ്റെ സമീപ പ്രദേശങ്ങളിലെ സാധാരണക്കാരന് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത്? പന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വജ്രം കുഴിച്ചെടുക്കുന്നുണ്ട്, എന്ത് നേട്ടമുള്ളത്? ഡാമുകളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയകളിൽ നിന്ന് വരുന്ന സംഗതികൾ ഡാമുകളിൽ അടിയും. അപ്പോൾ ഡാമുകളുടെ ഒരു ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ട്. ആ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ കവിഞ്ഞ് മണലും മറ്റു അവശിഷ്ടങ്ങളും വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അത് വാരി മാറ്റണം. അത് വേറെ. അപ്പോൾ നദികൾക്ക് അതിനനുസരിച്ചുള്ള അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നദികളുടെ ആഴം ക്രമീകരിക്കണം. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കാക്ക ദാഹിച്ച കാക്ക വെള്ളം കുടിച്ചതുപോലെ ആണ് സ്ഥിതി. പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലാണ് വെള്ളമുള്ളത്. ഇവൻ എന്ത് ചെയ്തു? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കല്ലെല്ലാം കൂടെ കൊണ്ടുവന്ന് പെറുക്കിയിട്ടിട്ട് വന്നിട്ട് വെള്ളം മോളി വന്നിട്ട് അത് കൊത്തി കുടിക്കുകയാണ് ചെയ്തത്. ഇതേപോലെ നമ്മുടെ ഈ ഡാമുകളെല്ലാം കൂടെ 32 ഡാമുകളുണ്ട്, പ്രധാനപ്പെട്ട ഡാമുകളുണ്ട്. മറ്റു തടയണകളെല്ലാം കൂടെ 75ഓളം വരും. ഈ ഡാമുകളൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കണം, കൃത്യമായി മാനേജ് ചെയ്യണം. കാരണം കേരളത്തിലെ ഡാമുകളെല്ലാം തന്നെ മൾട്ടിപർപ്പസ് ഡാമുകളാണ്. ഒന്ന് അതിൻ്റെ ഇറിഗേഷൻ പർപ്പസ്, രണ്ട് അതിൻ്റെ ഈ ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള പർപ്പസും ഉണ്ട്. അപ്പോൾ രണ്ട് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഡാമുകൾ. ഈ ഡാമുകളെ കൃത്യമായും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇത് അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടോ? കേരളത്തിനൊരു വെർട്ടിക്കൽ മാപ്പിംഗ് ഉണ്ടോ? ഭൂമിയുടെ ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച്, ഉന്നതിക്കനുസരിച്ച്, ഉയരത്തിനനുസരിച്ച് ഒരു മാപ്പിംഗ് ഉണ്ടോ? ആ ഉന്നതിക്കനുസരിച്ച് ജലവിധാനത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ? ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടോ? ഇത് പണ്ട് പ്രകൃതി തനിച്ച് നടത്തിയിരുന്നു. അതിൻ്റെ മേൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ ഡ്രെയിനേജ് ഫെസിലിറ്റിക്കെല്ലാം ഡ്രെയിനേജ് സൗകര്യങ്ങൾക്കെല്ലാം ഭയങ്കരമായ മാറ്റം ഉണ്ടായി. ഇപ്പോൾ രാജഭരണകാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണ്? ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് അനധികൃത ഖനനങ്ങളാണ്, പ്ലാനിങ് ഇല്ലായ്മയാണ്. ഈ തൃക്കുന്നപ്പള്ളിയിൽ ഒരു പാലം, തൃക്കുന്നപ്പുഴയിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് തൃക്കുന്നപ്പുഴയിൽ ഒരു പാലം അത് പണിയാൻ തുടങ്ങിയിട്ട് 30 വർഷം പൂർത്തീകരിച്ചിട്ടില്ല. അതുവഴി അതിനടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ല. ദേശീയ ജലപാതയിൽപ്പെട്ടാണ് ആ പാലം എന്ന് പറയുന്നത്. അവിടെ ഇത് അടച്ചിട്ടേക്കാണ്. അതുവഴി തെക്കോട്ട് വെള്ളം ഒഴുകുന്നില്ല. അത് കായംകുളം പുഴയിൽ പോയി ഒഴുകേണ്ടതാണ്. വീയപുരത്ത് നിന്ന് പടിഞ്ഞാറോട്ട് വെള്ളം ഒഴുകിക്കഴിഞ്ഞാൽ വരുന്ന ബാക്കി വെള്ളം തെക്കോട്ടാണ് ഒഴുകുന്നത്. ഇത് തെക്കോട്ടൊഴുകി കായംകുളം വഴി കടലിലെത്താൻ യാതൊരു മാർഗവുമില്ല. ഇപ്പം ഇത് എല്ലാം തോട്ടപ്പള്ളിയിലൂടെ മാത്രമേ പോകൂ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആലപ്പുഴ ജില്ലയ്ക്ക് 24 അഴികളും പൊഴികളും ഉണ്ട്. അഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം തുറന്നു കിടക്കുന്ന സംഗതിയാണ്. പൊഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അടയുകയും മഴക്കാലത്ത് തുറക്കുകയും ചെയ്യേണ്ടതാണ്. പലപ്പോഴും പല പൊഴികളും തനിയെ തുറക്കും. എന്താ? ഈ സമ്മർദ്ദം കാരണം, കിടക്കുന്നുള്ള വെള്ളത്തിൻ്റെ സമ്മർദ്ദം കാരണം പൊഴികൾ തനിയെ തുറക്കും. ഇനി തുറക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മാനുവലായിട്ട് തുറന്നു കൊടുക്കണം. അവിടെ ഈ ആക്കവും ഈ തള്ളിച്ച ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് തുറന്നു വിട്ടെടുത്താൽ പോലും വലുതായിട്ട് ഒഴുകിക്കോളും. ഈ മണ്ണിനെയൊക്കെ എടുത്തോണ്ടങ്ങ് പോകും. വെള്ളത്തിൻ്റെ മുന്നിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ഈ 24 പൊഴികളിൽ ഒന്ന് മാത്രമാണ്.
ഈ പൊഴി ഇത് സംരക്ഷിക്കണം, ഇവിടുത്തെ സാൻഡ് ബാരിയർ സംരക്ഷിക്കണമെന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലവിദഗ്ധന്മാരുള്ള വാട്ടർ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടുകളുള്ള ആര് പറയുന്നത്? ഡച്ചുകാർ പറഞ്ഞിരിക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തെ തുടർന്ന് അവരിവിടെ വന്നിരുന്നല്ലോ, റൂം ഫോർ റിവർ പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്ത് കാര്യം ചെയ്തു? മര്യാദയ്ക്ക് ഒരു റോഡുണ്ടാക്കാൻ. ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇപ്പോൾ വെള്ളത്തിലാണ്. ഭയങ്കര പ്രൗഢിയോടുകൂടി അതിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടും പിന്നീടും വെള്ളം കയറി അല്ലേ? ഇല്ല, ഇതിൻ്റെ റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ ഡ്രെയിനേജാണ്. കുട്ടനാടിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രെയിനേജ് കനാൽ എന്ന് പറയുന്നത് AC കനാലാണ്. AC കനാൽ പലയിടത്തും അടഞ്ഞു കിടക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനമില്ല. ആലപ്പുഴ ടൗണിലില്ലല്ലോ. അപ്പോൾ ഈ ഡ്രെയിനേജ് സംവിധാനം എന്ന് പറയുന്നത് ഈ പൊഴികളാണ്. ഈ പൊഴികൾ പ്രോപ്പറായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കമൊന്നും എവിടെ ബാധിക്കത്തില്ല? ആലപ്പുഴ ജില്ലയെ ബാധിക്കത്തില്ല. അല്ല, നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലേ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി നമുക്കറിയാമല്ലോ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അവിടുന്ന് കരിമണൽ വാരുക എന്നുള്ളതാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള കമ്പനികൾക്ക്, കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് അവരെടുത്തിട്ടിരുന്ന മണ്ണ് കൊടുക്കുന്നുണ്ട് വില വാങ്ങാതെ. അവർ ട്രെഡ് ചെയ്ത്, അവർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ട്രെഡ് ചെയ്തിട്ടിരുന്ന മണ്ണ് യാതൊരു വിലയും വാങ്ങാതെയാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ നികത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൈസ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഈ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് സംരക്ഷിക്കാൻ പറ്റിയോ? കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് സംരക്ഷിക്കാൻ പറ്റിയോ? കേരളത്തിൽ എന്തുമാത്രം ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു തെക്ക് തൊട്ട് വടക്ക് വരെ? ഓർമ്മയില്ല? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പണിതാണ് ഇറിഗേഷൻ കനാലുകൾ. ഈ കനാലുകളൊക്കെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റും. CANDAGയുടെ റിപ്പോർട്ടിനകത്ത് എത്രയോ കാലമായി കിടക്കുന്ന ഫയലാണ് ഈ ഇറിഗേഷൻ കനാലുകളുടെ വിഷയം, അതിൻ്റെ സ്ഥലങ്ങൾ കയ്യേറിയതിൻ്റെ വിഷയം. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഫയൽ ക്ലോസ് ചെയ്തിട്ട്. ഈ കനാലുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം മറ്റു സ്വകാര്യ വ്യക്തികൾ ഇപ്പോൾ കയ്യേറിയിട്ടുണ്ടല്ലേ? കയ്യേറിയിട്ടുണ്ട്, പലയിടത്തും കയ്യേറിയിട്ടുണ്ട്. പലയിടത്തും റോഡുകൾ വന്നിട്ടുണ്ട്, നികത്തിയിട്ടുണ്ട്. ഇത് വെള്ളം ഒഴുകുന്നില്ലല്ലോ. അക്വാഡക്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ അക്വാഡക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥാപിച്ചിരുന്നത്? നമ്മുടെ ചെറിയനാട് ഭാഗത്താണ് ഉണ്ടാക്കിയിരുന്നത്. മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്ന സംവിധാനം. ആ അക്വാഡക്റ്റൊക്കെ എവിടെ പോയി? പിന്നെ ഞാൻ അക്വാഡക്റ്റ് കണ്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിലാണ്. അപ്പം ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഒരു വാട്ടർ മാനേജ്മെൻറ്റ് അത് വേണം. ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ്, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വിക്ടർ യൂഗോയുടെ പാവങ്ങൾ വായിക്കുമ്പോൾ ഈ പാരീസിലെ ഡ്രെയിനേജ് സംവിധാനത്തെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രൊജക്റ്റാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷൻ സമുദ്ര വരുന്നതും നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുമോ? നമ്മുടെ തീരത്ത് ഫിയോഡുകളില്ല, ഉള്ളിലേക്ക് കയറി കിടക്കുന്ന കടലുകളിൽ, ഉൾക്കടലുകളില്ല. നമ്മുടെ തീരം ഒരു വില്ല് പോലെ വളഞ്ഞ് ഏറെക്കുറെ ഒരു വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരദേശങ്ങൾ. ഇപ്പം ഇവിടെ ധാരാളം പോർട്ടുകൾക്കോ ഹാർബറുകൾക്കോ സാധ്യതയില്ല. ഇപ്പം തന്നെ സാച്ചുറേറ്റഡ് ആണ്. പക്ഷെ 17ഓളം പുതിയ മിനി പോർട്ടുകളാണ് ഈ മിഷൻ സമുദ്ര വിഭാവനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊന്നാനി പോർട്ട് കേരളത്തിലെ 600 കിലോമീറ്റർ ആണല്ലോ കേരളത്തിൻ്റെ തീരം എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഈ 600 കിലോമീറ്ററിൽ ഇപ്പം തന്നെ 2 അന്താരാഷ്ട്ര സീപോർട്ടുകളുണ്ട്. ഒന്ന് വല്ലാർപാടവും വിഴിഞ്ഞവും.
17ഓളം പ്രധാനപ്പെട്ട ഫിഷിംഗ് ഹാർബറുകളോ പോർട്ടുകളോ ഉണ്ട്. 185ഓളം ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളുണ്ട്. 1800ഓളം അനൗപചാരിക ഇൻഫോർമലായിട്ടുള്ള വള്ളങ്ങൾ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇത് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഹാർബറുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ അഴിമുഖങ്ങളിലും പൊഴിമുഖങ്ങളിലും സ്ഥാപിക്കുക എന്നാണ് വരിക. ഈ അഴിമുഖങ്ങളിലൂടെ പൊഴിമുഖങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ ഈ നമ്മളുടെ ഉൾനാടൻ ജലാശയങ്ങളിലേക്ക് ലവണാംശം കയറുക എന്നാണ് അർത്ഥം. ലവണാംശം കയറിയാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ pH വാല്യൂവിൽ മാറ്റം വരിക എന്നാണ്, ജീവിവർഗങ്ങളിൽ മാറ്റം വരിക എന്നാണ്, സൂക്ഷ്മ ജീവി ലോകം, സൂക്ഷ്മാണു ലോകത്തിൽ മാറ്റം വരിക എന്നാണ് അർത്ഥം. ബാക്ടീരിയ, വൈറസ്, ഈ കോളി, അത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ മാറ്റം വരിക എന്നാണ്. നമ്മുടെ ഒരു ശാസ്ത്ര പണ്ഡിതനാണ് നമ്മുടെ സുധീഷ് ശേഷാദ്രി, വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്, വളരെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനുകളിൽ വലിയ അവഗാഹമുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തുടർന്നാൽ കേരളത്തിൻ്റെ മുഴുവൻ ഇൻലാൻഡ് വാട്ടേഴ്സും ബാക്ക് വാട്ടേഴ്സും കണ്ടാമിനേറ്റഡ് ആകും എന്നാണ് പറയുന്നത്, മലീമസമായിത്തീരും എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ ഹാർബറുകൾ പണിയാനോ പോർട്ടുകൾ പണിയാനോ ഉള്ള സൗകര്യം കേരള തീരത്തില്ല. പിന്നെ ഇത് പണിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പുലിമുട്ടുകൾ പണിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വിഴിഞ്ഞം പുലിമുട്ടുണ്ട്. 8 കിലോമീറ്റർ നീളമാണ് വിഴിഞ്ഞം പുലിമുട്ടിന് ആകെയുള്ളത്. ഇതിന് തെക്ക് വശത്ത് ആണ് മണൽ അടിയുന്നത്. അപ്പോൾ അവിടെ ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന മറ്റൊരു ഫിഷിംഗ് ഹാർബറും അതിനോട് ചേർന്നുണ്ട്. മുതലപ്പൊഴിയിൽ നിരന്തരം ഇപ്പോഴും അവിടെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശംഖുമുഖം എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു ബീച്ചായിരുന്നു നമ്മൾ. ആ ബീച്ച് ഇല്ലാതായി, തകർന്നു പോയി. അപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ കേരള തീരത്തോട് ചേർന്നൊരു ഉഷ്ണജല പ്രവാഹമുണ്ട്. അതുപോലെ തന്നെ ഒരു ലിറ്ററൽ ഡ്രിഫ്റ്റ് ഉണ്ട്, ഒരു തീരദേശ ഒരു മണൽ സഞ്ചാരമുണ്ട്. അത് തെക്ക് നിന്ന് വടക്കോട്ടാണ് അത് ഉള്ളത്. അപ്പോൾ ഇത് തടയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുലിമുട്ടുകൾ മൂലം ഇത് തടയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിക്ഷേപം ഉണ്ടാവുകയും മറുവശത്ത് നിക്ഷേപം ഇല്ലാതാവുകയും ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് അവിടെ കരനഷ്ടം ഉണ്ടാകും. അപ്പോൾ ഈ തീരത്തിൻ്റെ ഈ ബാലൻസ് നഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സെഡിമെൻ്റ് ബഡ്ജറ്റ്, ആ ഒരു ലോകോത്തരമായൊരു നിക്ഷേപ പ്രക്രിയ, 41 നദികൾ ചേർന്ന് കൊണ്ടുവരുന്ന ഈ ജൈവാംശങ്ങളും ഈ മിനറൽസും മണലും എല്ലാം കൂടെ ചേർന്ന് അതിന്മേൽ കടൽ പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്നു. കടൽ ഇൻ്ററാക്ട് ചെയ്യും, തിരമാലകൾ ഇൻ്ററാക്ട് ചെയ്യും, വേലിയേറ്റങ്ങൾ ഇൻ്ററാക്ട് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകുന്ന ഒരു പാറ്റൽ പ്രക്രിയ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു തള്ളൽ. അപ്പോൾ അങ്ങനെ ഒരു സെഡിമെൻറ്റേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ തീരത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ സെഡിമെൻറ്റേഷൻ പ്രക്രിയയ്ക്ക് തടസ്സം ഉണ്ടാവുകയാണ് ചെയ്യുക. ലോകത്ത് ഹാർബറുകൾ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യം വികസിക്കാതെ പോയിട്ട്. സിംഗപ്പൂരാണ് ഇവർ മാതൃകയായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും സിംഗപ്പൂരിൻ്റെ GDP കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഒരു ഉൽപ്പാദനവും ഇല്ല, കൃഷി പോലും ഇല്ല അവിടെ. 1% എങ്ങാണ്ടാണ് അവിടെ കൃഷി. ദേശീയ വരുമാനത്തിൻ്റെ 1% എങ്ങാണ്ടാണ് അവിടെ കൃഷി. ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അവിടെ ഉള്ളതായിട്ട് കാര്യമായൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇല്ല. കേരളം അതിന് പറ്റിയ ഒരു സ്ഥലമല്ല.
കേരളം ഏതെങ്കിലും അളവിൽ അതിൻ്റെ സാധ്യത തെളിഞ്ഞത് ഇലക്ട്രോണിക്സ് രംഗത്താണ്. KPP നമ്പ്യാരുണ്ടായിരുന്നപ്പോൾ കെൽട്രോൺ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും വില കുറഞ്ഞ പിക്ചർ ട്യൂബ് കൊണ്ടുവന്നത് കെൽട്രോണാണ്. ഇപ്പോഴും ചില വീടുകളിൽ കെൽട്രോൺ TV ഇരിപ്പുണ്ട്. കെൽട്രോൺ റേഡിയോ അതുവരെ ഉണ്ടായിരുന്ന തൃപ്തി, ടാറ്റയുടെ തൃപ്തി എന്ന് പറയുന്ന പിന്നെ ട്രാൻസിസ്റ്ററുകളുടെയൊക്കെ സ്ഥാനത്ത് കെൽട്രോണിൻ്റെ ട്രാൻസിസ്റ്ററുകൾ സ്ഥാനം പിടിച്ചു. ഇലക്ട്രോണിക്സ് രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റായിരുന്നു. ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു. ഈ 2 ലക്ഷം കോടിയോളം രൂപയുടെ ധാതുക്കൾ നമ്മുടെ തീരദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഇവിടെ വെള്ളമുണ്ട്. നമ്മുടെ തീരത്ത് ശുദ്ധജലമുണ്ട്. പൊന്നാനി മുതൽ നെടുമങ്ങാട് വരെയുള്ള പ്രദേശത്ത് ഭൂഗർഭ ജലമുണ്ട്. അക്വഫറുകൾ എന്ന് പറയുന്ന ഭൂമിക്കടിയിലെ ശുദ്ധജല നിക്ഷേപങ്ങളുണ്ട്. ഈ ഉപ്പ് നിറഞ്ഞ കായലിനും ഉപ്പ് നിറഞ്ഞ കടലിനും ഇടയിലുള്ള മണ്ണിൽ 6 അടി കുഴിച്ചാൽ ശുദ്ധജലം കിട്ടുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ തീരം എടുത്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ പിന്നെ പമ്പിങ് സ്റ്റേഷനുകളുള്ളത് ഈ വാട്ടർ അതോറിറ്റിക്ക് തന്നെ ഈ എറണാകുളം തൊട്ട് അങ്ങും തിരുവനന്തപുരം വരെ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ വാട്ടർ ടാങ്കുകൾ, ഏറ്റവും കൂടുതൽ പമ്പ് ഹൗസുകളുള്ളത് എവിടെയാണ്? തീരത്താണ്. അപ്പോൾ ഈ ജലനിക്ഷേപം എത്രയോ നൂറ്റാണ്ടുകൾ ഉപയോഗിക്കാവുന്ന ജലനിക്ഷേപം ഇവിടെയുണ്ട്. ഈ കരിമണൽ ഖനനത്തിലൂടെ ഈ ജലനിക്ഷേപങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറില്ലേ? ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ആരാണ് പരിഹരിക്കുക? ഇത് ഉണ്ടാക്കുന്ന പിന്നെ സാമ്പത്തിക നഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ എസ്റ്റുറിയൽ മൗത്തുകൾ, നദീമുഖങ്ങൾ ഒരു പ്രത്യേക ജൈവ മേഖലയാണ്. കടലിലെ ജീവികൾ വന്ന് മുട്ടയിട്ട് പോയി ആ മുട്ടയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ഗ്രൗണ്ടാണ്. കടലിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളുടെ ബ്രീഡിങ് ഗ്രൗണ്ടാണ്. കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ഗ്രൗണ്ടാണ്. ഈ കായലിൽ അവരുടെ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തീകരിച്ചിട്ടാണ് അവ കടലിലേക്ക് തിരിച്ചു പോവുക. എന്തിന് 20-25 വർഷത്തിലൊരിക്കലാണ് ഒരു കടലാമ പ്രായപൂർത്തിയാവാൻ 20-25 വർഷം എടുക്കും. ഇവിടെ തോട്ടപ്പള്ളിയിൽ വരുന്ന ഹൗസ്കിൽ, ഒലീവ് റിഡ്ലി തുടങ്ങിയ കടലാമകളുണ്ട്. അത് ഇവിടുന്ന് മുട്ട വിരിഞ്ഞു പോയിട്ട് പിന്നീട് ആ മുട്ട വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങൾ ഈ തീരം തേടി വരികയാണ്. അവരുടെ ഈ ബ്രെയിനിൽ ഇൻസ്ക്രൈബ് ചെയ്തതുപോലെ വരികയാണ്. നമ്മുടെ സാൽമൺ മത്സ്യത്തെക്കുറിച്ച് നമ്മൾ അവർ എവിടെയാണോ മുട്ടയിടുന്നത് അവിടേക്ക് തിരിച്ചു വരുമെന്ന് കേട്ടിട്ടില്ല. അതേപോലെയാണ് ഈ കടലാമകളുടെ സ്ഥിതി. അപ്പം അത്തരത്തിൽ ഇതുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ കടൽ സസ്യങ്ങൾ, ആൽഗ പോലെയുള്ള പിന്നെ നമ്മളുടെ മറ്റേ ഗ്രീൻ പ്ലാന്റ്, ഹരിതപ്ലവകങ്ങൾ. ഈ ഹരിതപ്ലവകങ്ങളാണ് സൂക്ഷ്മജീവികൾക്ക് ആഹാരമായി തീരുന്നത്. ചെറിയ മത്സ്യങ്ങൾക്കും പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾക്കും ആഹാരമായി തീരുന്നത് പ്രധാനമായിട്ട് ഈ ഹരിതപ്ലവകങ്ങളാണ്. ഇത് കടലിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇത് ഈ ഖനനത്തിലൂടെ നഷ്ടപ്പെടും. കടൽ കലങ്ങിപ്പോകും. കടലുണ്ടാകുന്ന കലക്കങ്ങൾക്ക് അടിയാൻ ഒത്തിരി കാലം എടുക്കും. കാരണം കടൽ സദാ പ്രക്ഷുബ്ധമാണ്. ഞാനപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി 400 കോടി രൂപയോളമാണ് സർക്കാർ DPRന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടികൾ പാരിസ്ഥിതിക പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ടോ? നമ്മളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്.
നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുലിമുട്ടുകളും ഇത്തരത്തിലുള്ള തുറമുഖങ്ങളും അതിൻ്റെയും ആവശ്യമില്ല. തീരത്തെ ഇൻ്ററപ്ഷൻസ് ഉണ്ടാക്കും, തീരെ ജീവിതം അസാധ്യമാക്കി തീർക്കും. രണ്ട്, മൈനിങ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. 3, മത്സ്യബന്ധന രംഗത്തുണ്ടാകുന്ന വലിയ മൂലധന നിക്ഷേപങ്ങൾ സാധാരണ ചെറുകിട മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ഈ രംഗത്ത് നിന്ന് പുറന്തള്ളും. സീ ലോജിസ്റ്റിക്സ് കോറിഡോറിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ CM സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോറിഡോർ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതിപ്പോൾ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അപൂർവ ധാതുക്കളുടെ ഖനനം സൃഷ്ടിക്കുന്നത് ഭയങ്കരമായ പാരിസ്ഥിതിക ദുരന്തമാണ്. ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും വികസിതമായ അമേരിക്കയിലോ ചൈനയിലോ പോലും സുരക്ഷിതമായി ഈ മൈനിങ് നടന്നിട്ടില്ല, മൈനിങ് നടക്കുന്നില്ല. അവര് സത്യത്തിൽ എന്ത് മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ ധാതു മണൽ മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ റൂട്ടയിൽ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. റൂട്ടയിലും അതേപോലെ തന്നെ മോണസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സംഗതികളും കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിയോഡൈമിയം പോലെ, പ്രാസിയോഡൈമിയം പോലെ, സമേറിയം പോലെ, ലിത്യം പോലെയുള്ള ലാന്തനൈഡുകൾ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവരുടെ നാട്ടിൽ ഇത് അവർ ചെയ്യാൻ സത്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അവരുദ്ദേശിക്കുന്നത് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഇതിൻ്റെ ഈ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ 2025 ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, ആ മിനറൽ മിഷൻ സ്ഥാപിക്കാൻ വേണ്ടി 2023 ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഖനന നിയമം പൊളിച്ചെഴുതി. 12 മൂലകങ്ങളെ റെയർ എർത്ത് മൂലകങ്ങളായി പ്രഖ്യാപിച്ചിരുന്നിടത്ത് അത് 6 മൂലകങ്ങളാക്കി കുറച്ചു. എന്നിട്ടിത് മൈൻ ചെയ്യുന്നതിനുള്ള ഇത് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അദാനിയും മറ്റും പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ മോണസൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, മോണസൈറ്റ് ബെയറിംഗ് ആയിട്ടുള്ള സാൻഡ് ആണ് അവർക്ക് വേണ്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അപകടകരമായൊരു സംഗതിയാണ്. ഇപ്പോൾ മോണസൈറ്റ് മിൽ ടെയിലിങ്സ്, മോണസൈറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അവശിഷ്ടങ്ങളെ, മാലിന്യങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മോണസൈറ്റ് മിൽ ടെയിലിങ്സ്. ഇത് നമ്മളുടെ തീരത്തിന് താങ്ങാൻ പറ്റില്ല. ഇപ്പം ഇവർ പറയുന്നത് എന്താണ്, പുതിയ നയത്തിൽ പറയുന്നത് എന്താണ്? മൈനിങ് സെപ്പറേറ്റിംഗ്, മൈനിങ് സെപ്പറേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, ഖനനം, വേർതിരിക്കൽ, സംസ്കരണം, നിർമ്മാണം, ഇതെവിടെ നടത്തണം? തീരത്ത് നടത്തണം. എന്നിട്ടോ ലോജിസ്റ്റിക്സിൻ്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി, ഗതാഗത ചെലവ് കുറയ്ക്കാൻ വേണ്ടി നേരിട്ടിത് കപ്പലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പണ്ടത്തെ മൈനിങ്ങിൻ്റെ രീതി ഡിഗ് ആൻഡ് ഡംപായിരുന്നു, കുഴിച്ചെടുക്കുക, ഡംപ് ചെയ്യുക. ഇപ്പം അതല്ല, ഇപ്പം അത് നേരെ ഷിപ്പിലേക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഈ പ്രക്രിയകളെല്ലാം ഒരിടത്ത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതിക ദുരന്തം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സർക്കാർ ഒരു പഠനം നടത്താതെയാണോ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്? നമ്മുടെ ശാസ്ത്രലോകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ ഇന്ന് എന്തല്ല, സുതാര്യമല്ല. മാനിപ്പുലേഷൻസ് ഉണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഈ തീരദേശത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് പേപ്പറുകൾ റിസർച്ച് ഗേറ്റ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ കാണാം. ആയിരക്കണക്കിന് റിസർച്ച് പേപ്പറുകളുണ്ട്. കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ചാണകത്തിനകത്ത്
പിന്നെ മരുന്നുണ്ടെന്ന് പറയുന്ന ആളുകൾ. ഞാൻ കളിയാക്കാൻ വേണ്ടി, ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു ശാസ്ത്രജ്ഞനത് പറഞ്ഞുകൂടെ? ബാക്ടീരിയകളിൽ നിന്ന് നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിങ് പിന്നെ നമ്മുടെ പെൻസിലിൻ കണ്ടുപിടിച്ചത് ബാക്ടീരിയകളിൽ നിന്നാണ്. സോ വാട്ട്? പക്ഷെ ശാസ്ത്രത്തിൻ്റെ രീതി അതല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ അവരുടെ സൈറ്റുകളിൽ നമ്മൾ പോകണം. നമ്മുടെ സൈറ്റുകളിലൂടെ അങ്ങോട്ടല്ല പോകേണ്ടത്, അവിടുത്തെ സൈറ്റുകളിലൂടെ നമ്മളവിടെ ചെല്ലണം. എന്നിട്ട് അവിടുത്തെ പിന്നെ ഡീപ്പ് സെർച്ച് നടത്തണം. അതിനാധാരമായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം, പഠനങ്ങൾ നമ്മൾ വായിക്കണം. ചാറ്റ് GPT അതല്ലെങ്കിൽ നമ്മളുടെ മറ്റേ ജെമിനിയോ തരുന്ന വിവരങ്ങളല്ല, റെഫർ ചെയ്യുന്ന പുസ്തകങ്ങൾ. ഞാനിപ്പോൾ കഴിച്ചിട്ടെ, ഇപ്പം കരിമണൽ ഖനനം ഒരു വശത്ത്, മറുവശത്ത് തീരദേശത്തുകൂടിയുള്ള ഈ ഒരു വലിയ മിഷൻ സമുദ്ര, ഇതപ്പോൾ കേരളത്തിനുണ്ടാക്കുന്ന ഒരു പരിസ്ഥിതി പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? കേരളം ഇല്ലാതാകും. കേരളത്തിന് പറ്റിയതല്ല ഇത്. കേരളത്തിന് പറ്റിയതല്ല ഈ മിനറൽ കോറിഡോർ. കേരളത്തിന് വളരെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ മിനറൽ കോറിഡോർ എന്ന് പറയുന്നത്? അതെ അതെ, ഡെഡിക്കേറ്റഡ് മിനറൽ കോറിഡോർ ഇവർ 29-ാം തീയതി, ജനുവരി 29-ാം തീയതി പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റിൽ പിണറായി വിജയൻ്റെ ബജറ്റിൽ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനകത്ത് എന്തുണ്ടായിരുന്നു? ഈ മിനറൽ കോറിഡോർ പദ്ധതി ഉണ്ടായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ കേരളത്തിനുള്ള ഒരേ ഒരു പ്രോജക്റ്റ് ഈ പ്രോജക്റ്റായിരുന്നു. ഇപ്പോൾ മെനഞ്ഞാന്ന് പോയി ചന്ദ്രബാബു നായിഡുവിൻ്റെ നാട്ടിൽ ചെന്നിട്ട്, ആന്ധ്രയിൽ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനത്തിലും മിനറൽ കോറിഡോറാണുള്ളത്. ഇവിടെ മണവാളക്കുറിച്ചി മുതൽ തൂത്തുക്കുടി വരെയുള്ള ഒരു മിനറൽ കോറിഡോറിനെ കുറിച്ച് തമിഴ്നാട്ടിലും പരിപാടി നടക്കുന്നുണ്ട്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ വിജയ് തരംഗത്തിനിടയിലും ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് വലിയ ജനകീയ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആന്ധ്രയിൽ വിശാഖപട്ടണം മുതൽ ശ്രീകാകുളം വരെയുള്ള പ്രദേശത്ത് ഒരു മിനറൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറീസയിൽ ജാംഷഡ്പൂർ മുതൽ പുരി വരെയുള്ള പ്രദേശത്ത് ഒരു മിനറൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർക്കും ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇതിപ്പോൾ മധ്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ മുഴുവൻ ഒരാളിൻ്റെ കയ്യിലാണ്, അദാനിയുടെ കയ്യിലാണ്. ഇപ്പോൾ അമേരിക്കയിൽ ടെന്നസി എന്ന് പറയുന്ന സ്ഥലത്ത് 27,000 കോടി ഡോളറിൻ്റെ ഒരു വലിയ പെട്രോ കെമിക്കൽ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നുണ്ട്. അത് അംബാനിക്ക് വേണ്ടി സ്ഥാപിക്കുന്നതാണ്. ഇപ്പോൾ അർജൻറ്റീനയിൽ 15,000 ഹെക്ടർ സ്ഥലം കബിൽ ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്, വിദേശ രാജ്യത്തെ ഖനനം നടത്താൻ വേണ്ടി നമ്മുടെ ഖനി വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ് കബിൽ. അവർ പോയി എവിടെ പോയി സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്? അർജൻറ്റീനയിൽ 15,000 ഹെക്ടർ സ്ഥലമാണ്. അവിടെ ആർക്കാണ് പ്രാമുഖ്യം? സ്വകാര്യ മൂലധനത്തിനാണ്. ഇപ്പം ഇവിടെ ഈ പ്രോജക്റ്റുകളിലും സ്വകാര്യ മൂലധനത്തിനായിരിക്കും പ്രാമുഖ്യം. തീർച്ചയായിട്ടും അതിൻ്റെ നടത്തിപ്പുകാരെന്ന നിലയിൽ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത് ചെയ്തു കൊടുക്കണം. അതിൻ്റെ മേൽനോട്ട ചുമതല എന്ന് പറയുന്നത് ഖനി വകുപ്പാണ്. ഖനി വകുപ്പിൻ്റെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കണോ അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത് പരമാവധി
വിദേശ വ്യാപാരത്തെ സഹായിക്കുന്ന ഒന്നായിരിക്കണം ഇത്. ഇപ്പം ഇവർ ഈ പറയുന്നത് പോലെയുള്ള സംഗതികളൊന്നും ഇതിന് ആവശ്യമില്ല. ഇത് ഈ പറയുന്ന സംഗതികളൊക്കെ തന്നെ ഈ റെയർ എർത്ത് ഉൽപ്പന്നങ്ങളുടെ ഭാവി വളരെ, അതിൻ്റെ ഭാവിയല്ല, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിൻ്റെ ഒരു കാലാവധി, ഒരു ലൈഫ് പീരീഡ് വളരെ കുറവാണ്. നമ്മുടെ എമർജൻസി ലാമ്പുകളുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒല സ്കൂട്ടർ, എങ്ങനെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷെഡിൽ കയറിയിരിക്കുന്ന ആള് അല്ല ഇല്ല. ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിനോട് ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ കരിമണൽ ഖനനത്തിന്റെ സമയത്ത് ഒരുപാട് വലിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ സമയത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ പറഞ്ഞ ഖനനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ മിഷൻ സമുദ്ര പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ മിഷൻ സമുദ്രയെക്കുറിച്ചും ഈ കരിമണൽ ഖനനത്തെക്കുറിച്ചും ഒരു അഡ്വൈസ് നൽകാനുള്ളത്? ഒന്ന്, ഞാനിപ്പം മിഷൻ സമുദ്ര മത്സ്യത്തൊഴിലാളി സമൂഹത്തിലുണ്ടാക്കുന്ന കുഴപ്പത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി സമൂഹം ഉള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിലാണ്. 75,000 കോടി രൂപയോളം സംഗതികളാണ്. കേരളം അതിൽ പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അവരെവിടെ പോകും? ഈ തീരെ ഉപേക്ഷിച്ച് അവരെവിടെ പോകും? ഇതിനുള്ള മറുപടി എന്താണ്? ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? കേരളം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ കേവലം 1.2% ആണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. തീർച്ചയായിട്ടും. ഈ കേവലം 1% വരുന്ന ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഈ നമ്മുടെയൊക്കെ മാതൃഭൂമി, നമ്മുടെയൊക്കെ ഈ സ്ഥലമോ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമോ, നമ്മൾക്കിത് ഖനനത്തിന് വിട്ടുകൊടുക്കാനില്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, തീരദേശ ജനസംഖ്യയുള്ള സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഇത്രയും ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങൾ വേറെ എവിടെയുണ്ട്? ഏഷ്യയിലെ ഏറ്റവും ഡെൻസായിട്ടുള്ള കോസ്റ്റൽ വില്ലേജുകളുള്ളത് എവിടെയാണ്? ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ വില്ലേജുകളാണ്. സാറിനെ പോലുള്ള പ്രകൃതി സ്നേഹികളോടും അല്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഇവിടുത്തെ വികസന വിരോധികളായിട്ട് മാറാൻ സാധ്യതയില്ലേ? വികസനം ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ചോദ്യമില്ലേ? നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞോ? ഇക്കാലം അത്രയുമുള്ള പ്രഖ്യാപനങ്ങളിലൂടെ, പ്രവർത്തികളിലൂടെ നമ്മുടെ നാടിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഗ്രേറ്റ് മിനറൽ ബെൽറ്റ് ഇന്ത്യക്കുണ്ട്. 13ഓളം ഭൂപ്രകൃതി നാച്ചുറൽ റീജിയൻസ് ഉണ്ട്, ഭൂപ്രകൃതി മേഖലകളുണ്ട്, പ്രകൃതി മേഖലകളുണ്ട്. ലോകത്തിലെ എല്ലാ തരം കാലാവസ്ഥകളും ഉണ്ട് ഇന്ത്യയിൽ. മരുഭൂമി മുതൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയം വരെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മേഘാലയ വരെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഉഷ്ണമേഖല മുതൽ ശൈത്യമേഖല വരെ ഉണ്ട്. അതിനേക്കാൾ ഉപരി ലോകത്തിൽ ഏറ്റവും വലിയ അധ്വാന ശക്തിയുണ്ട്. അവിടെ നടത്തുന്ന വ്യവസായം എന്താ പറയുന്നത്? നിങ്ങൾ ആക്രി വ്യവസായം നടത്താനാണ് പറയുന്നത്. ഇതിനകത്തെ ഞാനീ പറഞ്ഞ കാര്യത്തിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്താണ്? ഈ റെയർ എർത്ത് മൂലകങ്ങൾ ഇതിൽ നിന്ന് വേർതിരിക്കണോ? വേസ്റ്റിൽ നിന്ന്. ഏത് വേസ്റ്റിൽ നിന്ന്? ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന സംഗതി ഈ ബാറ്ററിയൊക്കെ ഉൾപ്പെടുന്ന സാധനമാണ്. ഇത് ഇവൻ്റെ രാജ്യത്ത് ചെയ്യത്തില്ല. കപ്പലുകൾ ഉടയ്ക്കുന്ന ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി, ഇലക്ട്രോണിക്സ് വേസ്റ്റ്, വേസ്റ്റ് ഇതിവിടെ കൈകാര്യം ചെയ്യണം. അതൊരു വലിയൊരു ഇൻഡസ്ട്രി ആക്കി ഉടനടി മാറ്റണം എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ഇത് ബംഗാളിൽ സ്ഥാപിക്കാൻ വന്നു. ആരാ? സാലിം ഗ്രൂപ്പ്. ഓർക്കണം, ഇലക്ട്രോണിക് വേസ്റ്റ് ഉപയോഗിച്ച് ഈ വേസ്റ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു നന്ദിഗ്രാമിലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഇക്കോണമിക് സോൺ. അത് കർഷകരതിനെ ചെറുത്തു തോൽപ്പിച്ചു. നമ്മൾക്ക് വേണ്ടുന്ന വികസനം പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന
മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് വേണ്ടത്. ആർത്തി കൊണ്ട് ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന സംഗതി അല്ല വികസനം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കമ്മട്ടിപ്പാടം സിനിമ കണ്ടാണ്. എറണാകുളത്തിൻ്റെ ചരിത്രമാണ്. എറണാകുളത്തെ ആദ്യത്തെ ആളുകളൊക്കെ എവിടെ പോയി? അവരെവിടെയാണ് പോയി മറഞ്ഞത്? ഈ മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി മറയും? മനുഷ്യനെവിടെ പോവും? കിടക്കുന്നു, മല പൊട്ടി വരും, ഇടനാട്ടിൽ മുഴുവൻ വെള്ളപ്പൊക്കം, തീരദേശത്ത് ഖനനവും മറ്റു പ്രോജക്റ്റുകളും എല്ലാം വരും. മനുഷ്യൻ എവിടെ പോയി ജീവിക്കും? മനുഷ്യന് ജീവിക്കാൻ ഇടം വേണ്ടേ? അപ്പം മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വികസനമാണ് ഏതൊരു ഭരണാധികാരിയും വിഭാവനം ചെയ്യേണ്ടത്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കരിമണൽ ഖനനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മിഷൻ സമുദ്രയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും നമ്മളുടെ നദികളുടെ ഘടനയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.